എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പാലക് തോരൻ റെസിപ്പിയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. നമ്മുടെ ചീരയില പോലത്തെ ഇലയാണ്, അതുകൊണ്ട് തന്നെ അതുപോലെ നമ്മൾ ചെറുതായി അരിയുക. അതിനുശേഷം അതിനാവശ്യമായ തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു സവാള മീഡിയം സൈസിൽ അരിഞ്ഞതെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതും, വെളുത്തുള്ളിയും, പിന്നെ നമ്മുടെ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും. അതോടൊപ്പം തന്നെ പിന്നെ ചേർക്കേണ്ടത് ജീരകമാണ്. ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി, നന്നായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇപ്പോൾ കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പിൽ സ്റ്റൗവിൽ ചീനിച്ചട്ടിയോ പാനോ ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് അതിലേക്ക് നമ്മളിനി കറിവേപ്പില, അതുപോലെ തന്നെ 1-2 വറ്റൽമുളക് കൂടി ചേർക്കുക. അതിനുശേഷം നമ്മൾ മീഡിയം സൈസിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റണം. അപ്പോൾ നമ്മളിങ്ങനെ വഴറ്റുന്നതിന് പെട്ടെന്ന് വഴന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, അത് ഓപ്ഷണലാണ്. ഇപ്പോൾ ചേർത്തിട്ടില്ല എങ്കിൽ പിന്നീട് നമ്മൾ മറ്റേ നമ്മുടെ തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ ചേർത്താലും മതി. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിലേക്ക് നമ്മളിനി പാലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാലക്ക ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്ന് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം. പക്ഷേ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചേർത്താൽ ഇത് കുഴഞ്ഞു പോകും, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മളിങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് സമയം ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇടുക. 2 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയാൽ കാണാൻ പറ്റും നന്നായി ആവി കയറിയിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് ഇളക്കുക. നന്നായി ഇളക്കിയ ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങേൻ്റെ ആ ഒരു അരപ്പില്ലേ, ആ ഒരു തേങ്ങേൻ്റെ ആ സംഭവം ഒന്ന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഉപ്പ് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് നോക്കി, ആവശ്യമെങ്കിൽ ഉപ്പ് അഡീഷണൽ നമ്മൾ ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അതിനുശേഷം വീണ്ടും ഒരു 1 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ തന്നെ ഒന്നും കൂടി ഒന്ന് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെക്കുക. ആ 1 മിനിറ്റിന് ശേഷം നമ്മുടെ പാലക് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഡിഷാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നേക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്കിനി കാണാം.